നമസ്കാരം. തേടേ ന്യൂസിൻ്റെ സ്ഥാനാർത്ഥിയോടൊപ്പം പരിപാടിയിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം നഗരസഭയുടെ 39-ാം വാർഡ് ഇല്ലിക്കലിലാണ്. ഇല്ലിക്കൽ വാർഡിലെ സ്ഥാനാർത്ഥി ശ്രീ MP സന്തോഷ് കുമാറിനൊപ്പമാണ്. നമസ്കാരം. എങ്ങനെയുണ്ട് ഇലക്ഷൻ പ്രവർത്തനങ്ങൾ? ഇലക്ഷൻ പ്രവർത്തനം കൂടുതൽ പൊതുജനങ്ങളോട് അടുത്തിടപെടാനുള്ള ഒരു അവസരമായിട്ടാണ് കാണുന്നത്. നഗരത്തിലെ ആളുകളെ എല്ലാവരെയും എല്ലാ പ്രദേശത്തും ചെന്ന് കാണാനും അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ടറിയാനും അത് പരിഹരിക്കാനുമുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇലക്ഷൻ പ്രവർത്തനത്തിനെ കാണുന്നത്. ഓരോ പ്രദേശത്തും നിരവധിയായ പ്രശ്നങ്ങൾ ഓരോ തവണ കാണുമ്പോഴും അതൊക്കെ എങ്ങനെ പരിഹരിക്കപ്പെടണം അല്ലെങ്കിൽ എങ്ങനെ പരിഹരിക്കപ്പെടാം എന്നുള്ളതാണ് ഞങ്ങളുടെ ചർച്ചയും ഞങ്ങളുടെ ലക്ഷ്യവും. അതാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഞങ്ങൾ കാണുന്നത്. ഈ പൊതുവേ കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖല, ഇപ്പോൾ ഇല്ലിക്കൽ മുതൽ ഈ ഭാഗങ്ങളിലൊക്കെ കുടിവെള്ളത്തിൻ്റെ വളരെ രൂക്ഷമായ പ്രശ്നമുള്ള ഒരു മേഖലയാണ്. ഈ വാർഡിലെ കുടിവെള്ള പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാനാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നഗരസഭയും കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുമായി അമൃത് പദ്ധതി പ്രകാരം ഈ നഗരസഭയിൽ പദ്ധതി തയ്യാറാക്കി ആ പദ്ധതി പൂർത്തീകരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ നഗരസഭയുടെ എല്ലാ പ്രദേശത്തും പുതിയ പൈപ്പ് ലൈനുകൾ, 6 ഇഞ്ച് ലൈനുകൾ, 8 ഇഞ്ച് ലൈനുകൾ, 10 ഇഞ്ച് ലൈനുകൾ, അതോടൊപ്പം 4 ഇഞ്ച് ലൈനുകൾ അടക്കം പല ഇടഭാഗങ്ങളിലേക്കും ഇട്ട് പൂർണ്ണമായും ആളുകൾക്ക് പൊതുസമൂഹത്തിന് വെള്ളം കിട്ടാൻ പറ്റുന്ന സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിലുപരിയായി എല്ലാ വീടുകൾക്കും എല്ലാ വീടുകൾക്കും വ്യക്തിപരമായി ഗാർഹിക കണക്ഷൻ കൊടുത്തുകൊണ്ട് പോയ ഒരു നഗരസഭയുക. എനിക്കൊന്ന് ഈ നഗരസഭയിലെ ബഹുഭൂരിപക്ഷം 95% ഭവനങ്ങൾക്കും ഗാർഹിക കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം വെള്ളത്തിൻ്റെ ദുരുപയോഗം ഒഴിവാക്കുന്നതിനും അതോടൊപ്പം വെള്ളം എല്ലാവർക്കും ലഭ്യമാകുന്നതിനും കുടിക്കാനുള്ള വെള്ളം എല്ലാവരുടെയും അവകാശമാണ് എന്നുള്ള നിലയിലേക്കുള്ള ഒരു പ്രവർത്തനത്തിൽ ഞങ്ങൾ ഏർപ്പെട്ടിരുന്നിട്ടുണ്ട്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നഗരത്തിലെ എല്ലാ വീടുകൾക്കും നമ്മൾ ഗാർഹിക കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഞങ്ങൾ നിറയെ ആളുകൾക്ക് എല്ലാവരും ചോദിച്ചവർക്ക് മുഴുവൻ പേർക്കും ലൈൻ കൊടുത്തിട്ടുണ്ട്. ചുരുക്കം ചില പ്രദേശത്തോടെ ഇനി എത്തിക്കാനുണ്ട്. അത് ഈ ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്ക് ആ തരത്തിലേക്കുള്ള പ്രവർത്തനത്തിലൂടെ നമുക്ക് പോകാൻ പറ്റും. ഇതിനു മുമ്പ് കാലങ്ങളിലൊക്കെ പുള്ളി അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്തിരിക്കുന്നത്. എല്ലാ കാര്യത്തിലും എല്ലാം സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ ഈ പ്രാവശ്യം പുള്ളിക്ക് തന്നെ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് കോട്ടയം നഗരസഭയിൽ ഏതാണ്ട് ഒരു 3 കോടിയോളം രൂപ ഒരു ജീവനക്കാരൻ അടിച്ചു മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്തുകൊണ്ടാണ് കോട്ടയം നഗരസഭയിലെ ജീവനക്കാരെ അവിടുത്തെ ഭരണസമിതിക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നത്? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ കോട്ടയത്തിൻ്റെ വിവിധ മേഖലകളിലെ വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ട പണം ഇങ്ങനെ ദൂർത്തടിക്കപ്പെടുന്നത്? അതെ, നഗരസഭയുടെ പെൻഷൻ സെക്ഷനിലിരുന്ന ഒരു ജീവനക്കാരൻ കാണിച്ച കൃത്യവിലോപമാണ്. അയാൾ അവിടെ ഇന്ന് നമ്മുടെ പുതിയതായി നമ്മുടെ സിസ്റ്റത്തിലൂടെ പുതിയ സാങ്കേതിക സോഫ്റ്റ്വെയറിലൂടെയൊക്കെ നമുക്ക് ട്രാൻസാക്ഷൻ നടത്തേണ്ടത്, അത് പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥർ ഇയാളെ വിശ്വാസത്തിലെടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഫലമായി സൂപ്രണ്ട് അടക്കം PA2 സെക്രട്ടറി അടക്കം മറ്റേ അക്കൗണ്ട്സ് വിഭാഗത്തിലെ ജീവനക്കാരുടെ 29ഓളം ആളുകളുടെ പേര് നടപടിയെടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം എന്താണ്? 2,40,00,000 രൂപ കട്ട് ഒരാളെ അയാളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുവാനോ അയാളെ ശിക്ഷിക്കുവാനോ ഗവൺമെൻറ് തയ്യാറായില്ല. സംഘടന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർവീസ് സംഘടനയിൽപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അഖിൽ C വർഗീസിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഗവൺമെൻറ് എടുത്തത്. ഇവിടെ തെറ്റ് കാണിച്ച അഖിൽ C വർഗീസിൻ്റെ പേരിൽ അയാളുടെ സ്വത്ത് കണ്ടുകെട്ടുവാൻ നടപടി സ്വീകരിച്ചില്ല. അയാളുടെ പേരിൽ ആദ്യമേ ലോക്കൽ പോലീസ് അന്വേഷിച്ചു. അതിനുശേഷം ക്രൈംബ്രാഞ്ച് പോലീസ് അന്വേഷിച്ചു. നമ്മൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമ്പോൾ നമ്മളെല്ലാവരും കാണുന്നത് എന്താണ്? ഏറ്റവും പെട്ടെന്ന് പ്രതിയെ പിടിക്കും. പക്ഷേ ഒരു വർഷം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ടും അവിടെ പ്രതിയെ പിടികൂടിയില്ല. വിജിലൻസ് അതിനുശേഷം ഏറ്റെടുത്തു. 6 മാസം കഴിഞ്ഞ വിജിലൻസ് ആ പ്രതിയെ അറസ്റ്റ് ചെയ്തു. മാത്രമല്ല, അറസ്റ്റ് ചെയ്ത പ്രതിയുടെ പേരിലുള്ള കുറ്റപത്രം സമർപ്പിക്കാൻ 60 ദിവസം പിന്നിട്ടിട്ടും ഇവിടെ പോലീസ് തയ്യാറായില്ല. അവസാനം അയാൾക്ക് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം ഈ ഗവൺമെൻറ് ചെയ്തു കൊടുത്തു എന്നുള്ള വലിയ ഗുരുതരമായ കൃത്യവിലോപം ഗവൺമെൻറ് കാട്ടി. അതാണ് ഇവിടെ ഈ തട്ടിപ്പ് നടത്തുന്നവരുടെ പിന്നിൽ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ, ഇടതുപക്ഷത്തിൻ്റെ സർക്കാർ അവരുടെ സംഘടനയുടെ ആളുകളാകുമ്പോൾ അവരെ സംരക്ഷിക്കുന്ന നിലപാടിലേക്കാണ് പോകുന്നത്. ഇവിടെ ജീവനക്കാരുടെ ഭാഗത്ത് കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ കണ്ടുകെട്ടണം, അവരുടെ സ്വത്ത് കണ്ടുകെട്ടണം. പൊതു മുതൽ നശിപ്പിക്കുന്നവരാരായാലും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കയ്യാമം വെക്കാനുള്ള നടപടിയുണ്ട്. അയാൾ രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകരുത്. ഇവിടെ ഗവൺമെൻറ് അതല്ല ചെയ്തത്. ഗവൺമെൻറ് അയാളെ സംരക്ഷിക്കുന്ന നിലപാടാണത്. ഇത് ഞങ്ങൾക്കും പ്രതിഷേധമുണ്ട്. എന്തായാലും ആ തുക കണ്ടുകെട്ടും. ആ തുക കണ്ടുകെട്ടുകയും ഇപ്പോൾ അതിനോടനുബന്ധമായി 29 ജീവനക്കാരുടെ എല്ലാ കാര്യങ്ങളും നിർത്തിവെപ്പിച്ചിരിക്കുക. അവരുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാതായിരിക്കുകയാണ്. ഇത് ഗവൺമെൻറ് വളരെ ഗൗരവത്തോടു കൂടി കണ്ട ഈ തെറ്റ് ചെയ്തവരെ രക്ഷിക്കുകയും ഒപ്പം UDFനെ കരുതി വെച്ച് കാണിക്കാനുള്ള ശ്രമവുമാണ് ഇക്കാര്യത്തിൽ നടന്നു വരുന്നത്. എന്ത് കാര്യത്തിന് വീട്ടിൽ പോലും ചെയ്തിട്ടുണ്ട് ഒരു കോൾ ചെയ്താൽ മതി, 100% നമുക്ക് സാധിച്ചിരിക്കും. എൻ്റെ പേഴ്സണൽ അഭിപ്രായമല്ല, മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്.
താങ്കൾ വിജയിച്ചു വന്നാൽ ഈ 38-ാം വാർഡിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ വികസന പ്രവർത്തനം ഞങ്ങളിവിടെ ഈ പ്രദേശത്ത് പടിഞ്ഞാറൻ പ്രദേശത്ത് ഞങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്ന വാർഡിലെ പൊതുസമൂഹത്തിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് റോഡുകളായാലും അതോടൊപ്പം നമ്മുടെ നീരൊഴുക്കുള്ള തോടുകളായാലും അതോടൊപ്പം നമ്മുടെ ഇടറോഡുകളായാലും എല്ലാം ഭംഗിയോടുകൂടി അത് നമുക്ക് കുറേ കാലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്കാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. ഇപ്പം നടന്നു പോകുന്ന നമ്മുടെ ഈ റോഡ് നമുക്ക് മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് ലഭിക്കാതെ വന്നതിനെ തുടർന്ന് നമ്മൾ ബഹുമാനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഫണ്ട് ഉപയോഗിച്ച് 24 ലക്ഷത്തി ചില്ലുവാനും രൂപ വിനിയോഗിച്ച് ഞങ്ങൾ ചിന്മയ സ്കൂളിലേക്ക് പോകുന്ന റോഡാണിത്. ആ റോഡിനെ നവീകരിച്ചിട്ടുണ്ട്. ഈ റോഡിനകത്ത് പല പ്രദേശത്തും നമ്മൾ റോഡിന് സ്ഥലം എടുത്ത് നമ്മൾ റോഡ് നിർമ്മിച്ചിരിക്കുക. അപ്പോൾ ഒരാളോടും പിരിവെടുത്തിട്ടില്ല, നഗരസഭയുടെ ഫണ്ട് ചെലവഴിച്ചിട്ടില്ല. പൊതുവായി നമ്മൾ സ്ഥലം കണ്ടെത്തി റോഡാക്കി മാറ്റിയിരിക്കണം. അങ്ങനെയുള്ള പ്രവർത്തനം പൊതുവായി ഈ കഴിഞ്ഞ 2000-ന് ശേഷം എവിടെയെങ്കിലും പൊതുവായ സ്ഥലം ഉപയോഗിച്ച് റോഡ് പുതിയതായി നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെയൊക്കെ പ്രദേശത്താണ്. ഞങ്ങൾ അങ്ങനെ ചെയ്താണ് പൊതുജനങ്ങളെ സേവിക്കുന്നത്. ഇനിയും നമ്മൾ ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ ചെയ്യാറുണ്ട്. ഈ റോഡിൻ്റെ സൗകര്യം വർദ്ധിപ്പിക്കും. അതോടൊപ്പം ഈ പടിഞ്ഞാറൻ പ്രദേശത്തെ വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതി ഇല്ലാതാക്കി പടിഞ്ഞാറൻ പ്രദേശത്തെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ ആഗ്രഹം. ആ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ ഗവൺമെൻറ് വന്നാൽ, പുതിയ UDFൻ്റെ ഗവൺമെൻറ് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ ഗവൺമെൻറ് വന്നാൽ മീനച്ചിലാറിനെ സംരക്ഷിക്കും. മീനച്ചിലാറിലൂടെ ഒഴുകി വരുന്ന വെള്ളത്തെ നമുക്ക് വേമ്പനാട് കായലിലേക്ക് പോകാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് ഞങ്ങൾ ചിന്തിക്കും. അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും, ഈ വാർഡിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ഉത്തരവാദിത്വപരമായിട്ടും ഒരു കോള് മാത്രം മതി എന്ത് കാര്യത്തിനും ഓടി വരികയും എല്ലാ കാര്യങ്ങളും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനൊരു പകരം എന്ന ഒരാളെന്ന് ഞങ്ങൾക്ക് പറയാൻ എനിക്കില്ല. പിന്നെ എൻ്റെ ഒരു അഭിപ്രായവുമാണ് ഈ വാർഡിലെ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടും കൂടി ഒന്നിനും ഒരു കുറവോ അല്ലെങ്കിൽ ഒരു പരാതി പറയാനോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ഒരു ആവശ്യം ചെന്നാൽ ഓടി വന്ന് എന്താ ആവശ്യം, എന്ത് സാധിച്ചു തരണം എന്ന് ചോദിക്കുന്ന ആ ഒരു ഉത്തരവാദിത്വം വളരെ കരുതലോടുകൂടി നോക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനെക്കുറിച്ച് മറിച്ചൊരു അഭിപ്രായമില്ല. എൻ്റെ തന്നെയല്ല, ഈ നാടിൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. ഞങ്ങൾക്ക് തിരിച്ചൊരു അഭിപ്രായം പറയാനില്ല. അടുത്ത നഗരസഭയിൽ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ചെയർമാനാകാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ആദ്യത്തെ ആളാണ് താങ്കൾ. എങ്ങനെ നോക്കിക്കാണുന്നു? ഞങ്ങളെ നഗരസഭയുടെ പൂർണ്ണമായി നമുക്കറിയാം ഇപ്പോൾ ഉള്ള ഒരു ഞാണിന്മേൽ കളി പോലുള്ളൊരു നഗരസഭാ ഭരണത്തെ അല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ വ്യക്തമായ ഭൂരിപക്ഷമുള്ളൊരു നഗരസഭാ ഭരണമാണ്. ഇവിടെ നഗരത്തിലെ ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു നഗരസഭാ ഭരണമാണ് ആഗ്രഹിക്കുന്നത്. അതിന് അതാണ് ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം. അതുകൊണ്ട് ഞങ്ങൾ 30-നും 35-നും ഇടയ്ക്ക് സീറ്റുകൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാക്കി ഈ മുനിസിപ്പാലിറ്റിയിൽ കൊണ്ടുവരിക. അങ്ങനെ 35 കൗൺസിലർമാരെയെങ്കിലും UDFലേക്ക് കൊണ്ടുവന്നിരിക എന്നുള്ളതാണ് ആദ്യത്തെ ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അതിനുശേഷം മുനിസിപ്പൽ ചെയർമാൻ ആരാകണമെന്ന് പാർട്ടി തീരുമാനിക്കും. പൂർണ്ണമായും പാർട്ടി ഏതൊക്കെ കാലഘട്ടത്തിൽ എന്ത് പറഞ്ഞാലും അത് അംഗീകരിച്ച് പോയിട്ടുള്ളവരാണ് ഞങ്ങൾ. പാർട്ടിയുടെ തീരുമാനത്തിനനുസരിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോകും. താങ്കൾക്ക് എല്ലാ വിജയാശംസകളും. താങ്ക് യു.